മോദി വാജ്പേയിക്കാളും മിടുക്കനായതുകൊണ്ടാണോ? അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? വാജ്പേയി മോശക്കാരനായതുകൊണ്ടാണോ 6 വർഷക്കാലം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാതെ പോയത്? അവിടെ തീവ്രവാദി ആക്രമണം ഉണ്ടായത്? ഈ രാജ്യത്ത് ഒരു തീവ്രവാദ ആക്രമണം നടത്തിയതിനു ശേഷം അങ്ങനെ ആരാ ഉള്ളത്? അങ്ങനെ ആരുള്ള പേര് പറയട്ടെ പോയിട്ടുള്ള ആളുകൾക്ക് നേരെ, നിരായുധരായിട്ടുള്ള ആളുകൾക്ക് നേരെ അക്രമം നടത്തി അവരെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ രാജ്യത്ത് നിന്ന് പോകുന്ന ആകാശത്തേക്ക് വെടിവെക്കല്ലേ? ഇന്ത്യയിൽ ആരാണ് കാശ്മീർ ഈ തീവ്രവാദികൾ? ആര് പിന്തുണച്ചു? ആര് പ്രതിരോധിക്കി? നിങ്ങൾ ചുമ്മാ ആകാശത്തേക്ക് വെടിവെക്കല്ലേ? ആരെന്ന് കൃത്യമായി പേര് പറയും. ആരാ പിന്തുണച്ചത്? പേര് പറയാമെന്ന് ചോദിക്കുന്നത്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അല്ല, ഞാൻ അങ്ങനെ ആരുടെയെങ്കിലും ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇപ്പൊ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. ഹാഷ്മിക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഉത്തരം പറയാം. അങ്ങനെയല്ല, ഒരു ചർച്ചയല്ലേ ഇത്? ഉത്തരം പറയാതിരിക്കുന്നത് നിങ്ങൾ ഇവിടെ ഇന്ത്യയിലെ നിങ്ങൾ മറുപടി പറയില്ലെന്നാ? അതെവിടുത്തെ പരിപാടിയാണ്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് തൽക്കാലത്തൊക്കെ എനിക്ക് ഒരാളുടെ അഡ്വൈസ് അക്കാര്യത്തിൽ ആവശ്യമില്ല. ആവശ്യമുള്ളപ്പോ ഞാൻ പറയാം. അല്ല, നിങ്ങൾ ബാക്കിയുള്ളവർക്ക് തീവ്രവാദം നടത്തുക ഇന്ത്യയിൽ ആരാ പിന്തുണയ്ക്കുന്നത്? എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. നോക്കൂ, ഇവിടെ അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി, അല്ലെങ്കിൽ അമിത്ഷാ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ കുറിച്ച് ആദ്യം പറയാം. അമിത്ഷാ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ കുതന്ത്രങ്ങൾ മെനയാൻ വിദഗ്ധനാണ്. രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ, ഏജൻസികൾ ഉപയോഗിച്ച് വേട്ടയാടാൻ വിദഗ്ധനാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ തകർക്കാൻ, ഏതറ്റം വരെയും പോകാൻ ശേഷിയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയം പയറ്റുന്നയാളാണ്. ഇതെല്ലാം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ അമിത്ഷാ ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് ഒരു സമ്പൂർണ്ണ പരാജയമാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? ഇവിടെ NRC നടപ്പിലാക്കുമെന്ന് പാർലമെന്റിന് അകത്തും പുറത്തും പ്രസംഗിച്ച് നടന്ന് രാജ്യത്ത് മതപരമായ ഡിവൈഡ് ഉണ്ടാക്കാൻ രാജ്യത്തെ ആഭ്യന്തരമന്ത്രി നേതൃത്വം കൊടുത്തു. പക്ഷേ വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ യൂട്ടേൺ അടിച്ചു പോയി. എന്നിട്ട് പേര് വിളിക്കുന്നതോ ചാണക്യൻ എന്നും. അപ്പൊ ഈ ചാണക്യൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യത്ത് ഈ പറയുന്ന രീതിയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ പരാജയം സംഭവിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് അവർ മറുപടി പറയണം. ഇപ്പൊ തന്നെ കിട്ടണം ബോണസ് ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, ഞാൻ ശരിയായിക്കോളൂ. അമിത്ഷാ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് ഒരു കനത്ത പരാജയമാണ്. അതിനൊരു തർക്കവും വേണ്ട. നേരത്തെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തൊക്കെ വലിയ തോതിൽ വാചക കസർത്ത് നടത്തിയിട്ടുള്ള ആളുകളല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ആ സമയത്ത് അക്കൗണ്ടബിലിറ്റി അന്നത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് ഇവിടെ ആ ഒരു അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ ഇന്നത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളത് താങ്കൾ ചോദിച്ചത് പ്രസക്തമായ കാര്യമാണ്. ഇപ്പൊ ചർച്ച ചെയ്യേണ്ട സമയം തന്നെയാണ്. കോൺഗ്രസിന്റെ ഭരണകാലഘട്ടങ്ങളിൽ പതിറ്റാണ്ടുകളോളം കാശ്മീരിലേക്ക് സാധാരണക്കാരന് കാലുകുത്താൻ, അവിടെ ത്രിവർണ്ണ പതാക ഉയർത്താൻ, ത്രിവർണ്ണ പതാകയുമായി പോയി അവിടെ ദേശീയ പതാക ഉയർത്താൻ കഴിയാതിരുന്ന സംസ്ഥാനമാണെന്നുള്ള ആലോചിക്കണം. ആ സംസ്ഥാനത്ത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പോകാനും അവിടെ സമാധാനപരമായി സന്ദർശനം നടത്താനും അവിടെ സ്ഥലം വാങ്ങാനും അവിടെ ബിസിനസ് ചെയ്യാനും ആ കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് തെരുവിലിറങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെന്തിനാ പ്രക്ഷോഭം നടത്തിയത്? അവിടെ സമാധാനപരമായി ജീവിക്കാൻ, അവർക്ക് കച്ചവടം നടത്താൻ, അവർക്ക് സമാധാനപരമായി അവരുടെ ബിസിനസ് നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതാണ്ട് പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ ഭരണകാലഘട്ടങ്ങളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള രാജ്യമായി അതിനെ സൃഷ്ടിച്ചുകൊണ്ട് കാശ്മീരിനെ മറ്റൊരു രാജ്യത്തിന്റെ പദവി കൊടുത്ത് അവിടെ വലിയ സമാധാനക്കേടുണ്ടാക്കി അവിടുത്തെ ആളുകളെ തീവ്രവാദത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിൽ പാലൂട്ടി വളർത്തി അങ്ങനെയുള്ള സംഘടനകൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത് ആ സംഘടനകളോട് സമരസപ്പെട്ട് നിന്നിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് മാറി ശക്തമായിട്ട് 26 പേരുടെ ജീവൻ പൊലിഞ്ഞ് താഴ്വാരം നിൽക്കുകയാണ് ഞാൻ. ഇവിടെ ഇപ്പോഴും കാതോർത്താൽ ആ നിസ്സഹായ മനുഷ്യരുടെ ആർത്തനാദങ്ങൾ നമുക്ക് കേൾക്കാം. എന്റെ ചോദ്യം ശ്രീ കൃഷ്ണദാസ്, എന്റെ ചോദ്യം, ഇവിടെ നേരത്തെ ബിൽ ക്ലിന്റൺ വരുമ്പോൾ ഒരു സിഖ് കൂട്ടക്കൊല ഉണ്ടാകുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക SOP ഉണ്ടാകുന്നു. ആ SOP എന്താണ്? അത്തരത്തിൽ പ്രധാന ലോക നേതാക്കൾ സന്ദർശിക്കുമ്പോൾ ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്രത്യേക സുരക്ഷയെക്കുറിച്ചാണ് SOP. ഒന്നും പാലിക്കപ്പെട്ടില്ല ഇവിടെ. അത് യാഥാർത്ഥ്യമാണ് കൃഷ്ണദാസ്. അതിന് മറുപടി പറയണ്ടേ? അതിനുകൂടി മറുപടി പറയണ്ടേ? നമ്മൾ ചരിത്രം പറയുമ്പോ എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. എനിക്ക് കാശ്മീർ ഒറ്റ കാര്യമേ തിരിച്ചു പറയാനുള്ളൂ. മിനിങ്ങാന്ന് കാശ്മീർ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ.
എത്രയോ ആളുകൾ കണ്ടിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണിത്. അങ്ങടക്കമുള്ള ആളുകൾക്ക് ഈ രാജ്യത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനത്തോട് സമരസപ്പെടാതെ അതിനോട് ഒരു തരിമ്പും അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള അനുകമ്പ പ്രകടിപ്പിക്കാതെ ആ തീവ്രവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് അങ്ങ് നടത്തിയൊരു ഇന്റർവ്യൂ ഉണ്ടല്ലോ, അത് കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ രാജ്യത്ത് ഓരോ ആളുകളുടെയും മനസ്സാണല്ലോ സൂചിപ്പിക്കുന്നത്. അതിന് ഏതെങ്കിലും തരത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് അതിന് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് വലിപ്പിക്കാം, അതിന് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തൽക്കാലത്തേക്ക് ഒരു കുറ്റം പറയാം. ആ തരത്തിലേക്കുള്ള ചർച്ചയിലേക്കൊന്നും കടക്കാൻ തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നില്ല. 100% ഞാൻ യോജിക്കുന്നു. ശരി ശരി സന്ദീപ്, അങ്ങനെ സെക്യൂരിറ്റി ലാബ്സിനെ പറ്റി ചോദ്യം ഉന്നയിച്ചാൽ ആർക്കെങ്കിലും വളം വെക്കലാണോ? ഏതെങ്കിലും നിലപാടിൽ വെള്ളം ചേർക്കലാണോ? അശ്മി, ഇവിടെ എന്താ സംശയമുള്ളത് കാശ്മീർ? ആ നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിരിക്കുന്നു, ആ നിലപാട് മറ്റുള്ള ആളുകൾ സ്വീകരിച്ചിരിക്കുന്നു, ആ നിലപാട് കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ലേ സ്വീകരിച്ചത്? എവിടെ സ്വീകരിക്കാത്തത്? എവിടെയാണ് നിലപാട് സ്വീകരിക്കാത്തത്? അല്ല ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് പറഞ്ഞു. സന്ദീപ് നിങ്ങൾ ഒരു നിലപാടും പറയുന്നില്ല. ഇപ്പൊ കൃത്യമായി ചോദ്യം ചോദിച്ചല്ലോ, ഒന്ന് സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടോ ഇല്ലയോ, ഉണ്ടോന്നോ ഇല്ലയോ എന്ന് ബിജെപിയുടെ പ്രതിനിധി മറുപടി പറയുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ ഉണ്ടെന്നുള്ള വ്യക്തമാണ്. ഹൂ ഇസ് അക്കൗണ്ടബിൾ ആയിട്ട് ഒരാൾ വേണ്ടേ? സമ്മൺ ഹാസ് ടു ബി അക്കൗണ്ടബിൾ. അപ്പൊ അത് ആരാണ് അക്കൗണ്ടബിൾ? ഹോം മിനിസ്റ്റർ അല്ലേ? എന്തുകൊണ്ട് അദ്ദേഹത്തെ അത് പറയാൻ ബിജെപി തയ്യാറാവുന്നില്ല? എന്തുകൊണ്ട് അമിത്ഷാ രാജിവെക്കാൻ തയ്യാറാവുന്നില്ല? സ്വാഭാവികമായിട്ട് തയ്യാറാവേണ്ടതാണ്, അക്കൗണ്ടബിൾ ആവേണ്ടതാണ്. 2, 3 അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ? അദ്ദേഹം ബാക്കിയുള്ളവർക്ക് മേൽ മുഴുവൻ സംശയത്തിന്റെ നിഴൽ വീഴ്ത്തിയിട്ട് അങ്ങനെ കടന്നു പോവുകയാണ്. ഇവിടെ കുറെ ആളുകൾ ഇതാ കാശ്മീരിലെ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന ആളുകളുണ്ട്, അതിൽ കാശ്മീർ തീവ്രവാദത്തിന് അല്ലെങ്കിൽ ഈ കൊലപാതകം ചെയ്ത തീവ്രവാദികളെ അനുകൂലിക്കുന്നവരുണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അവരാരാണ്? ഇനി അങ്ങനെ ആളുണ്ടെങ്കിൽ പിടിച്ച് അകത്തിടാൻ അമിത്ഷാ പിന്നെ എന്തിനാണ് ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്നത്? അങ്ങനെ രാജ്യത്ത് ആരാ പിന്തുണയ്ക്കുന്നത്? പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ? ആരും അങ്ങനെ പിന്തുണയ്ക്കുന്നവരുണ്ടെങ്കിൽ പിടിച്ച് അകത്തിടന്നേ. നിങ്ങൾ വെറുതെ ആളുകളുടെ മേൽ സംശയത്തിന്റെ ഈ നിഴലിങ്ങനെ നിർത്താതെ, ആളുകളെ നിർത്താതെ, രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. കാശ്മീരിലെ ജനങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് വലിയ തോതിൽ ഈ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. എന്തിനാണ് സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ വരുമ്പോ നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയണ്ടേ? അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ പറയണ്ടേ? ശ്രീ എ കെ ആന്റണിയും ശ്രീ ശശി തരൂരും വാചകങ്ങൾ കേൾക്കാത്ത കോൺഗ്രസുകാരാണ് ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. Is it convenient and comfortable for you? Agreed? യുദ്ധത്തിലടക്കം പാകിസ്ഥാൻ അവരുടെ പങ്ക് നിരാകരിച്ചതാണ്. മുംബൈ ഭീകരാക്രമണ സമയത്തും ഇത് ഇപ്പോൾ പറഞ്ഞു കേട്ട മട്ടിൽ തന്നെ ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ആലുവ മണപ്പുറത്തുള്ള പരിചയം പോലും ഞങ്ങൾക്ക് അവരൊന്നുമില്ല എന്നവർ വെറുതെ പറഞ്ഞവരാണ്. സമാനമായ രീതിയിൽ മറ്റൊന്നുകൂടി സംഭവിക്കുന്നു. ഇന്നിപ്പോൾ പാക് പ്രധാനമന്ത്രി നേരത്തെ പാക് മിലിറ്ററി ചീഫ് പറയുന്നത് പോലെ കാശ്മീർ ഞങ്ങളുടെ ജുഗുലാർ വെയിനാണ് എന്ന് അദ്ദേഹം പറയുന്നത്. പ്രൊവോക്കേഷൻ മനഃപൂർവ്വം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15 ലോകരാഷ്ട്രങ്ങളുമായി ഫോണിൽ സംസാരിക്കുകയും നമ്മുടെ പക്കലുള്ള കൃത്യമായ തെളിവുകൾ, ഇതിനോടകം പുറത്തു വന്നതും പുറത്തു വരാത്തതുമായ കൃത്യമായ തെളിവുകൾ ആ ലോകരാഷ്ട്ര നേതാക്കളെ ബോധ്യപ്പെടുത്താനും വിക്രം മിസ്രി വിദേശകാര്യ സെക്രട്ടറി 50ഓളം വിദേശകാര്യ എംബസി ആൾക്കാരുമായി സംസാരിക്കുകയും ഈ പറയുന്ന തെളിവുകളൊക്കെ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ശ്രീ ജോസഫ് ആന്റണി പറയുന്നത് പോലെ അത് ചില മുന്നൊരുക്കമാണ്, അത് കേവലം ബോധ്യപ്പെടുത്തൽ മാത്രമല്ല, നമ്മൾ ചില നീക്കങ്ങളിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചന തന്നെയാണത്. അപ്പോൾ ആ നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുള്ള സാധൂകരണം, അതിനുള്ള ന്യായീകരണം, ഞങ്ങളുടെ ഭാഗത്തെ ന്യായം ഈ തെളിവുകളാണ് എന്നവരെ നേരത്തെ പറഞ്ഞു നിർത്തണം. മരണഭയമല്ല തോന്നുന്നത്, തിരിച്ചടിക്കാനുള്ള ആത്മവീര്യവും ലക്ഷ്യം പിടിച്ചെടുക്കാനുള്ള ആവേശവുമാണ്. അതിനിടയിലാണ് നമ്മുടെ അവസാനമെങ്കിൽ സൈനിക ബ്യൂകളിൽ നിന്ന് ആലപിക്കുന്ന ലാസ്റ്റ് പോസ്റ്റും ഗൺ സല്യൂട്ടും ഏറ്റുവാങ്ങി ഈ നാടിനോട് വിട പറയുന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നു.